ഈ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യക്ക് അഭിമാനമുണ്ടാക്കിയ ഒരു വലിയ നേട്ടമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ തകർത്തു, ഭീകരരെ വധിച്ചു. വലിയ അഭിമാനത്തോടുകൂടി ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലും അത് എത്തിക്കാനുള്ള ഒരു സംഘത്തെ നിയമിച്ചു. അതെല്ലാം വളരെ വിജയകരമായി പൂർത്തിയാക്കി. പക്ഷേ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പലർക്കും ഇത്തരത്തിലുള്ള ഉപഹാരങ്ങളൊക്കെ നൽകുന്ന കൂട്ടത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഒരു അലംഭാവം കാട്ടിയതായ ഒരു പരാതി ഉയരുന്നുണ്ട്. എന്താണ് സംഭവം? അല്ല, അത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത എല്ലാവർക്കും അവാർഡ് കൊടുക്കണമെന്നത് അത് പ്രായോഗികമല്ലല്ലോ. അത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഒരു അഭിമാന നേട്ടമാണ്. അപ്പം അർഹമായ പരിഗണന കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാവർക്കും രാഷ്ട്രപതിയുടെ മെഡൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം രാഷ്ട്രപതിയുടെ മെഡലുകൾ കൊടുക്കണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പ്രവൃത്തി നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകുന്ന ഇത് സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെച്ച ആളുകൾക്ക്, അതിന് നേതൃത്വം നൽകിയ ആളുകൾക്കാണ് സാധാരണ അംഗീകാരം കൊടുക്കുന്നത്. പിന്നീട് മറ്റുള്ളവർക്ക് മെഡലുകൾ കിട്ടും. അത് ചിലപ്പോൾ അതായത് മറ്റേ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയുടെ മെഡലുകളോ അങ്ങനെയൊക്കെയാണ് സാധാരണ കിട്ടാറ്. വലിയ മെഡലുകൾക്കാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അത് നയിച്ച 7 പേരെ സർവോത്തം യുദ്ധസേവാ മെഡൽ നൽകിയാണ് ആദരിച്ചിരിക്കുന്നത്. അത് ലഫ്റ്റനന്റ് ജനറൽമാരായ പ്രതീക് ശർമ്മ, രാജീവ് ഗായ്, വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ്സിംഗ്, എയർ മാർഷൽമാരായ നർമേശ്വർ തിവാരി, നാഗേഷ് കപൂർ, ജിതേന്ദ്ര മിശ്ര, AK ഭാരതി എന്നിവർക്ക് സർവോത്തം യുദ്ധസേവാ മെഡൽ നൽകുക. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ വ്യോമസേന ഉദ്യോഗസ്ഥർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടുന്നത്. അത് അവർക്ക് ഭയങ്കര അംഗീകാരമാണ്. ഓപ്പറേഷൻ സിന്ദൂറാണല്ലോ അതിന് പ്രധാനമായ കാരണം ഇത്. പിന്നെ അതുപോലെ സേനയിലെ 4 പേർക്ക് കീർത്തിചക്ര ബഹുമതിക്ക് അർഹരായി, 15 പേര് വീരചക്ര, 16 പേര് ശൗര്യചക്ര. അപ്പം അർഹമായ പരിഗണന തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കരസേനയിലെ കേണൽ കേശാങ് ലാംബ, ലഫ്റ്റനന്റ് കേണൽ സുബി സുസി, അങ്ങനെ കുറേ ആളുകളുടെ പേര് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ മുഹമ്മദ് ഇംതിയാസ്, ദീപക് ചിങ്കാക്കം എന്നീ 15 പേർ വീരചക്ര ലഭിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലയാളി ബ്രിഗേഡിയർ രാകേഷ് നായർ ഉൾപ്പെടെ 24 പേര് യുദ്ധസേവാ മെഡലിന് അർഹരായി, 26 പേര് വായു സേവാ മെഡൽ നേടി. കരസേനയിലെ ലഫ്റ്റനന്റ് കേണൽ നികേഷ് ഭാരതി ശുക്ല, മേജർമാരായ ഭാർഗവ് കലിത, ആശിഷ് കുമാർ, ആദിത്യ പ്രതാപ് സിംഗ്, അസിസ്റ്റന്റ് കമാൻഡന്റ് മുഹമ്മദ് ആഷിഖ്, അങ്ങനെ ബാക്കിയുള്ളവർക്കെല്ലാം കൂടെ ചേർത്തിട്ട് ശൗര്യചക്രം ലഭിച്ചു. മറ്റ് സേനാ മെഡലുകളും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനമായ ഒരു പോരാട്ടമാണ്. നമ്മൾ പണ്ട് യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ആയുധങ്ങളും പരീക്ഷിക്കാനൊരു അവസരം കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ടാണല്ലോ ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷണം നടന്നത്. ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഉണ്ടാക്കി പെട്ടിയിലാക്കി വെച്ചു എന്നല്ലാതെ ഇത് എങ്ങനെയാണ്, ഇത് എവിടം വരെ പോകും, ഇത് സക്സസ് ആണോ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ കറക്റ്റ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെന്ന് പതിക്കുമോ, കിലോമീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പതിക്കുമോ എന്ന് കൃത്യമായിട്ട് പരീക്ഷിക്കാൻ പറ്റിയൊരു സാഹചര്യം കൂടിയായിരുന്നു ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പാകിസ്ഥാൻ്റെ അകത്ത് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലുള്ള അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇന്ത്യക്ക് പറ്റി. അപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ, ഉപഗ്രഹ നിരീക്ഷണം എത്രത്തോളം ഉണ്ട് എന്നത് പരീക്ഷിക്കാൻ പറ്റിയൊരു സാഹചര്യം കൂടിയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ. അതായത് നമ്മളൊരു 9 ഭീകര കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്യുന്നു. ആ 9 ഭീകര കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്ത അടിസ്ഥാനത്തിൽ ഇവിടുന്ന് ബ്രഹ്മോസ് മിസൈൽ നേരെ ആ 9 സ്ഥലത്തേക്കും വിടുന്നു. കറക്റ്റ് ലാൻഡ് ചെയ്യണു, പൊട്ടുന്നു. അവിടെയുള്ള ഭീകരന്മാരെ ഒരു പരിധി വരെ കുറേ എണ്ണത്തിന് തീർക്കാൻ പറ്റുന്നു. പക്ഷേ പാകിസ്ഥാൻ അവർക്ക് വീരപരിവേഷം നൽകിയിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷികൾ എന്നും പറഞ്ഞിട്ട് സാധാരണക്കാരായ ആളുകളെ കൊന്നു എന്നുള്ള രീതിയിലാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇന്ത്യയുടെ ആക്രമണത്തിൽ ഒരു സിവിലിയൻ പോലും അവിടെ മരിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ടില്ല. അങ്ങനെ ഒരു ആരോപണവും ഇന്ത്യക്കെതിരെ ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ തൊടുത്തുവിട്ട ആയുധങ്ങൾ മുഴുവൻ കൃത്യമായിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് വിട്ടത്. ആ ഭീകര കേന്ദ്രങ്ങളിലേക്ക് വിട്ട ആയുധങ്ങൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത സ്പോട്ടുകളിൽ ചെന്ന് പതിക്കുകയും അവിടെയുള്ള ഭീകരർ മരിക്കുകയും ചെയ്തു. ആ ഭീകരർ മരിച്ചതിന് അടിസ്ഥാനത്തിൽ ആണ് അവർ പറയുന്നത് ഇവിടെയുള്ള സാധാരണക്കാരെ കൊന്നു എന്നുള്ളത്. പക്ഷേ അവിടെയുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഭീകര സംഘടനകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമൊക്കെ, ഇവരുടെ ആണവ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്തിന് കൃത്യം തൊട്ടടുത്ത് ഒരു ബ്രഹ്മോസ് മിസൈൽ പതിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവർ ഇതുവരെ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ആണവ കേന്ദ്രത്തിന് യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഇന്ത്യയുടെ ആക്രമണത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ വന്ന ഘട്ടത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ജൂൺ മാസത്തിൽ വന്ന ഉപഗ്രഹ ചിത്രത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ.
കൃത്യമായിട്ട് ഇവരുടെ ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് അവർ സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ പോലും ഉപഗ്രഹ ചിത്രത്തിൽ അതുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വിട്ട ബ്രഹ്മോസ് മിസൈലാണ് പതിച്ചത് എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം അതല്ലാതെ വേറെ പാകിസ്ഥാൻ ഈ അടുത്ത കാലത്ത് വേറെ ആരുമായിട്ടും ഒരു യുദ്ധം നടത്തിയിട്ടില്ല. ഇനി അത് മാത്രമല്ല, ഈ ബ്രഹ്മോസ് മിസൈൽ പതിച്ച സ്ഥലം അവർ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ നിർമ്മാണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നാശനഷ്ടവും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ഉപഗ്രഹ ചിത്രത്തിലൂടെ കാണാൻ പറ്റുന്നത്? അപ്പോൾ ഇന്ത്യക്ക് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടിയായിട്ട് ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ മാറി എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഒരു വലിയ ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ് വസ്തുത. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ ഒരു അഭിമാന സ്തംഭമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയോടുകൂടി ഇന്ത്യയുടെ കൈവശത്തിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ, ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന യുദ്ധവിമാനം, റഫേൽ, അങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ കയ്യിലുള്ള യുദ്ധത്തിന് ഉപയോഗിക്കേണ്ട ആയുധങ്ങളും യുദ്ധക്കോപ്പുകളും എല്ലാം തന്നെ ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത ഈ ആളുകൾക്കെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകളും മറ്റ് ഓരോ കാറ്റഗറികൾ തിരിച്ചുള്ള മെഡലുകളും ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്ത പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പല കോണുകളിൽ നിന്നും അവരെ പരിഗണിച്ചില്ല, അർഹമായ പരിഗണന കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ അതിൽ പങ്കെടുത്ത എല്ലാവരെയും അല്ല എങ്കിൽ പോലും ഒരു പരിധിവരെ ആളുകളെ എല്ലാം തന്നെ രാഷ്ട്രപതിയുടെ മെഡലുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ മെഡലുകൾക്കെല്ലാം പല കാറ്റഗറികളുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം എന്നുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് പങ്കെടുത്ത ആളുകൾക്കെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ റിപ്പബ്ലിക് ദിനത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിലോ ഒക്കെയാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. അത് രാഷ്ട്രപതിയുടെ അവാർഡുകൾ ഉണ്ടാകാം, മുഖ്യമന്ത്രിമാരുടെ അവാർഡുകൾ ഉണ്ടാകാം, അങ്ങനെ പല കാറ്റഗറികളിലുള്ള അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് ഈ ഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പം അങ്ങനെ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ ആ അവാർഡുകൾ പിന്നീടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചില ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപനങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ അതിന് ചിലപ്പോൾ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അർഹമായ ആളുകളെ തഴഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചില കോണുകളിൽ നിന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ പറ്റും, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ അന്നത്തെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളെയെല്ലാം അർഹമായ പരിഗണനയോടുകൂടി ഇപ്പോൾ രാഷ്ട്രപതിയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത.